നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഈ സീസണിലെ അവസാന കിരീട പ്രതീക്ഷയും പൊലിഞ്ഞു പോയിരിക്കുന്നു. കോപ്പ ഡെൽറേ ആയിരുന്നു അവർക്ക് കിരീട സാധ്യതയുള്ള അവസാനത്തെ ടൂർണമെൻ്റ് എന്ന് പറയാം. ശരിയാ, ലാലിഗയിൽ ഇപ്പോഴും മൂന്നാം സ്ഥാനത്തൊക്കെ ഉണ്ട്. എന്നാൽ 9 പോയിൻ്റ് വ്യത്യാസം അവിടെ ഉള്ളത് കൊണ്ട് ആ കിരീടം നേടണമെങ്കിൽ വളരെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണം. നിലവിൽ കിരീട സാധ്യതയില്ല. അപ്പോൾ അവർ പ്രതീക്ഷ വെച്ചിരുന്ന അവസാന കിരീടം അത് കോപ്പ ഡെൽറയാണ്. അതുമില്ലാതെയാവുകയാണ്. അർജന്റീൻ മാഡ്രിഡ് എന്ന് ആവേശത്തോടു കൂടി അർജന്റീനക്കാരായിട്ടുള്ള ആരാധകർ വിളിച്ചിരുന്ന അതേ ടീം ഒന്നുമല്ലാതെയാവുന്ന കാഴ്ച. അതും ഒരു പ്രോമിസിങ് സീസണാണ് ഇങ്ങനെ ഇല്ലാതെയാവുന്നത്. അർജന്റീനക്കാരനായ കോച്ച്, അർജന്റീനയിൽ നിന്ന് നിരവധി താരങ്ങൾ, അവരുടെ ഗോൾ കീപ്പറായിട്ട് മുസ്സോ ഉണ്ടായിരുന്നു, അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഹുലിൻ ആൽവരസ് ഉണ്ടായിരുന്നു, ആംഗേൽ കൊറേയും, പിന്നെ നമ്മുടെ ഹുലിയാനോ സിമിയോണിയും റോദ്രിഗോ ഡീപോളും, ഇങ്ങനെ എല്ലാ മേഖലകളിലും ഡിഫൻസിലൊക്കെ അവർക്ക് അർജന്റീനക്കാരുണ്ടായിരുന്നു. ഈ സീസണിലെ മൊത്തം കാര്യമാണ് നമ്മൾ പറയുന്നത്. എന്നിട്ടൊന്നും കിട്ടാതെ അവർ തലതാഴ്ത്തി വടങ്ങുന്നൊരവസ്ഥ നിരാശജനകമാണ്. റയൽ മാഡ്രിഡിനോട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 അവർ നോക്ക്ഡ് ഔട്ടായി പോയി. ആ ഡബിൾ ടച്ച് പെനാൽറ്റി വിവാദം ഏതായാലും UCL റൗണ്ട് ഓഫ് 16 അവർ കടന്നില്ല. കോപ്പ ഡെൽറേയുടെ സെമി ഫൈനലിൽ ഇതാ ബാഴ്സലോണ അവർക്ക് പണി കൊടുത്തിരിക്കുന്നു, പുറത്തേക്ക് പോകുന്നു. ലാലിഗയുടെ പോയിന്റ് പട്ടികയിൽ അവരിപ്പോൾ 9 പോയിന്റുകൾ പുറകിലാണുള്ളത്. സോ അവിടെയും കിരീട സാധ്യതയില്ല. ഒരു പ്രോമിസിങ് സ്റ്റാർട്ട് കിട്ടിയിട്ട് ഒടുവിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ രൂപത്തിലാവുന്നതിൽ തീർച്ചയായിട്ടും അവരുടെ ആരാധകർക്ക് നിരാശയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും ജയിക്കുമ്പോൾ അർജന്റീൻ മാഡ്രിഡും തോൽക്കുമ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡും ആവുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യം എടുത്തു പറയുന്നത്. ഇത് നിരാശജനകമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.